നമസ്തേ. നല്ലൊരു വിജയമാണ് യു ഡി എഫിന് നിലമ്പൂരിൽ ലഭിച്ചിരിക്കുന്നത്. 11,000-ൽ കൂടുതൽ വോട്ടുകളാണ് ഷൗക്കത്ത് നേടിയിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ 2 വട്ടമാണ് എം സ്വരാജ് തോൽക്കുകയും ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ ഈ തിരഞ്ഞെടുപ്പ് നിലമ്പൂര് നമുക്ക് നൽകുന്ന രാഷ്ട്രീയ സന്ദേശം? ഓരോ ഇലക്ഷനും ഓരോ രാഷ്ട്രീയ പാഠങ്ങളാണ് നമുക്ക് നൽകുന്നത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി, ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ പിണറായി വിജയൻ കേരളത്തിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയത് മുതൽ CPM-നുണ്ടായ രാഷ്ട്രീയ നേട്ടങ്ങൾ, അത് ഇവിടെ ഒരു സാമൂഹിക കോയലീഷൻസ്, വളരെ കൃത്യമായിട്ട് ഒരു പുതിയ സോഷ്യൽ കോയലീഷൻ, സോഷ്യൽ ഇക്വേഷൻസ് ഉണ്ടാക്കിയെടുത്തിട്ടാണ് അദ്ദേഹം വിജയങ്ങൾ കൈവരിച്ചത്. അങ്ങനെയാണ് തുടർച്ചയായിട്ട് 2 വട്ടം ഭരണം നിലനിർത്താൻ, അതായത് കേരളത്തിന്റെ സമീപകാല ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സർക്കാർ തുടർ വിജയം നേടുന്നത്. സാധാരണഗതിയിൽ ഒരു തവണ LDF വന്നാൽ അടുത്ത തവണ UDF അങ്ങനെയായിരുന്നു. അപ്പോ ഇതൊക്കെ നേടിയെടുത്ത ഒരു സോഷ്യൽ കോയലീഷൻ, അത് വെച്ചിട്ടാണ്, അല്ല രാഷ്ട്രീയ വിജയമൊന്നും അല്ല. അത് അതായത് ചെറിയ നുണുക്കു വിദ്യകളിലൂടെ ഇലക്ഷൻ വിജയം കൈക്കലാക്കാം എന്ന് തെളിയിച്ച വ്യക്തിയാണ് ശ്രീ പിണറായി വിജയൻ. ആ ഒരു രാഷ്ട്രീയ പരീക്ഷ നിലമ്പൂർ മണ്ഡലത്തിൽ തകർന്നു വീഴുകയും വീണ്ടും വീണ്ടും രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഭരണത്തിന്റെ വിലയിരുത്തലായി മാറിയത് എനിക്ക് ആദ്യമേ പറയാം. അപ്പോ ഇലക്ഷൻ നൽകുന്ന പാഠങ്ങൾ ഞാനൊരു 4 പാഠങ്ങൾ പറഞ്ഞിട്ട് അത് ഓരോന്നായിട്ട് വിശദീകരിക്കും. ഒന്നാമത്തേത്, ഈ നുണുക്കു വിദ്യകളിലൂടെ ജനത്തിലെ കയ്യിലെടുത്ത്, അതായത് കിറ്റ് കൊടുത്തോ അല്ലെങ്കിൽ സാമൂഹിക വിഭജനം സൃഷ്ടിച്ചോ ഒക്കെ ഇലക്ഷനിൽ ജയിക്കുന്ന ഒരു സാധാരണ തന്ത്രം ഇപ്രാവശ്യം നിലമ്പൂരിൽ നടന്നില്ല. അവിടെ തികച്ചും ഭരണത്തെ വിലയിരുത്തും. ഇതാണ് ആദ്യത്തെ സന്ദേശം. രണ്ടാമത്തേത്, അവിടെ വളരെ കൃത്യമായിട്ട് PV അൻവർ എന്ന് പറയുന്ന ഇപ്പോൾ തൃണമൂൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് 20,000-ഓളം വോട്ട് പിടിച്ചെടുത്ത മുൻ LDF സഹയാത്രിയെ, അദ്ദേഹം ഉയർത്തിയ ഭരണത്തിലെ ഒരുപാട് വിഷയങ്ങൾ, ആ വിഷയങ്ങളൊക്കെ ജനത്തിന്റെ മനസ്സിൽ എത്തിച്ചേർന്നു എന്ന് തന്നെ പറയാം. അതായത് ആ, ഉദാഹരണത്തിന് ഈ വനമേഖലയിൽ താമസിക്കുന്ന ജനങ്ങൾ അനുഭവിക്കുന്നു, അത് പല കാരണങ്ങളും, അത് വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള ഒരു സംഘർഷം, അതുകൂടാതെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ നിയമങ്ങൾ മൂലം വനമേഖലയിൽ താമസിക്കുന്നവരുടെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭങ്ങൾ, അതിൽ വേണ്ട രീതിയിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നം, ഇതെല്ലാം അവിടെ ചർച്ച ചെയ്തു. ജനമനസ്സിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. പകരം അത് വഴിതിരിച്ചു വിടാൻ CPM-ന്, ഒരുപക്ഷെ നമ്മൾ ആദ്യം വിചാരിച്ചു, ശരിക്കും പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് CPM ആയിരുന്നു ഈ ഇലക്ഷൻ തുടക്കത്തിൽ തൊട്ട് നിയന്ത്രിച്ചിരുന്നത്. പക്ഷേ അതൊന്നും ജനത്തിന്റെ കണ്ണ് കെട്ടാൻ പറ്റി. അതാണ് വേറൊരു വിഷയം. പിന്നീട് ഇതിൽ മറ്റൊരു നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ വർഷങ്ങളായിട്ട് നിലമ്പൂരും അതുപോലെ തന്നെ മലപ്പുറത്തെ പല മണ്ഡലങ്ങളിലും UDF-ന് ഒത്തൊരുമയോടെ പ്രവർത്തിക്കാൻ സാധിച്ചിരുന്നില്ല. കോൺഗ്രസും ലീഗും തമ്മിൽ ഒരു ശീതസമരം ഉണ്ടായിരുന്നു. പക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ലീഗും കോൺഗ്രസും ഒത്തൊരുമിച്ച് ഒരു മണ്ഡലത്തിൽ പ്രവർത്തിച്ചു. അതിന്റെ ഫലം UDF-ന് അവിടെ. അതായത് UDF-നെ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിപൂർവമായിട്ട് ഈ ലീഗിനെയും കോൺഗ്രസിനെയും തമ്മിൽ അകറ്റി നിർത്തുന്നതിൽ പിണറായി വിജയൻ ഒരു തന്ത്രമോ ഒരു വ്യക്തമായ ഒരു 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 പദ്ധതിയോ ഇല്ലായിരുന്നു. അത് മറ്റൊരു കാരണം. മൂന്നാമതൊരു കാരണം ഞാൻ പറയും, എവിടെ BJP ദുർബലമാണോ, അതായത് BJPക്ക് കോൺഗ്രസിന്റെ വോട്ട് പിടിച്ചു മാറ്റാൻ പറ്റാത്ത മണ്ഡലങ്ങളിൽ കോൺഗ്രസ് തന്നെ ജയിക്കും. ഇവിടെ എടുത്ത് നോക്കിയാല് നിലമ്പൂരിൽ ഈ BJP 10,000-ത്തിൽ താഴെ വോട്ടാണ് BJPക്ക് നേടാൻ പറ്റും. അപ്പൊ അവിടെ ഇപ്പൊ കോൺഗ്രസിന്റെ വോട്ടുകളൊന്നും തന്നെ BJPക്ക് പിടിച്ചെടുക്കാൻ പറ്റും. ഇത് മറ്റൊരു കാരണമാണ്. അതായത് ഇത് ഈ 2 പാർട്ടികളും ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് BJP എവിടെ ശക്തമാണോ അവിടെ കോൺഗ്രസ് പോകുമെന്നാണ് സാധാരണഗതിയിൽ നമുക്ക് കാണുന്നത്. അത് മറ്റൊരു വിഷയം. ഇങ്ങനെ ബ്രോഡായിട്ട് നമുക്ക് കുറച്ച് വ്യക്തമായ കാരണങ്ങൾ കണ്ടെത്താം. നമുക്ക് ആദ്യം തൊട്ടുള്ളതാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കേരളത്തിൽ CPIM വിജയിക്കുന്നത്, അത് CPIM-ന്റെ രാഷ്ട്രീയ വിജയമൊന്നും അല്ല.
ഇപ്പം നിങ്ങൾക്കറിയാം ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അത് പല രീതിയിലുള്ള സാമൂഹിക വിഷയങ്ങൾ ഉയർത്തും. കഴിഞ്ഞ കുറച്ചു നാളായിട്ട് മുസ്ലിം വോട്ടുകൾ ഒരു നിർണായക രീതിയിൽ നേടിയെടുക്കാൻ CPM കഴിഞ്ഞു. ആ തന്ത്രത്തിന്റെ ഭാഗമായിട്ട് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വ്യക്തിയായിരുന്നു PV അൻവർ. അതുപോലെ തന്നെ KT ജലീൽ അങ്ങനെ സ്ഥാനാർത്ഥി. നമുക്ക് കോഴിക്കോട് ജില്ലയിലെ പല മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ. പക്ഷേ ഇപ്രാവശ്യം ആ മുസ്ലിം വോട്ട് പിടിച്ചെടുക്കാൻ CPM കഴിഞ്ഞു. ഈ കഴിഞ്ഞ കുറച്ചു നാളായിട്ട് CPM CPM ഒരുപക്ഷെ CPM മനസ്സിലായിട്ടുണ്ട് ഇനി ആ ഒരു തന്ത്രം വിജയിക്കില്ല. അതുകൊണ്ടാണ് തീവ്രവാദത്തെ എതിർക്കാനും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ, ഇന്നലെ വരെ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് പല കാര്യങ്ങളും സഹകരിച്ചിരുന്ന പ്രസ്ഥാനമാണ് CPI. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കാൻ തുടങ്ങി, അവരുടെ വർഗീയതയെ എതിർക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ തീവ്രവാദത്തെ എതിർക്കാൻ തുടങ്ങി. ഇതെല്ലാം ചെയ്തിട്ട് മദനിയുടെ PDPയുടെ വോട്ടും വാങ്ങിച്ചു. ജനം എന്താ അത്ര പൊട്ടന്മാരാണ്. അതായത് ഈ അടവ് നയം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഇവിടെ വിജയിച്ചു. ഇവിടെ സാധാരണഗതിയിൽ CPM-ന്റെ ഒരു തന്ത്രം എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള പ്രശ്നങ്ങളല്ല ചർച്ച ചെയ്യുന്നത്. അങ്ങ് ഉഗാണ്ടയിൽ എന്ത് നടന്നു? ഇപ്പൊ പണ്ടൊക്കെ കോളേജിലൊക്കെ ഇലക്ഷൻ നടക്കും, AISF SFI മുദ്രാവാക്യം വിളിക്കുന്നത് നെൽസൺ മണ്ടേലയെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ കോളേജിലെ പ്രശ്നമൊന്നും അവർ പറയുന്നു. കേരളത്തിൽ ഇതുപോലായിരുന്നു. പണ്ട് കുറെ നാൾ ഉത്തർപ്രദേശിൽ ഇന്ന് നടക്കും. ഇതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും അങ്ങനെയുള്ള വിഷയങ്ങളല്ല. അത് അവരെത്ര തന്നെ ആവർത്തിച്ചാലും ജനത്തിന്റെ മനസ്സിൽ ഇപ്പോൾ പ്രാദേശിക പ്രശ്നങ്ങൾ തന്നെയാണ്. അത് PV അൻവറിന്റെ രാജി, അത് ഇത്തരം ലോക്കൽ വിഷയങ്ങൾ ജനമനസ്സിലേക്ക് കൊണ്ടുവരും. കാരണം PV അൻവർ ഉയർത്തിയ കുറെ ചോദ്യമുണ്ട്. ഈ കേരളത്തിൽ വന്യമൃഗ ആക്രമണങ്ങൾ കൊണ്ട് നിരവധി മരണങ്ങൾ ഉണ്ടായ ഒരു മണ്ഡലമാണ് നിലമ്പൂർ. എത്രയോ അതായത് ആന, അതുപോലെ കടുവ, ഇതിന്റെയൊക്കെ ആക്രമണം കൊണ്ട് നിരവധി ആൾക്കാർക്ക് മരണം സംഭവിച്ചു. പ്രകൃതിക്ഷോഭം, കവളപ്പാറ അവിടെ ഉണ്ടായ ഉരുൾപൊട്ടൽ, ആ പ്രകൃതിക്ഷോഭത്തിൽ വീടും സ്ഥലവും ഒക്കെ നഷ്ടപ്പെട്ട ആൾക്കാർക്ക് പുനരധിവാസ പദ്ധതികളൊന്നും തന്നെ വേണ്ട രീതിയിൽ നടന്നിട്ടില്ല. വികസനത്തിന്റെ അപര്യാപ്തത, ഒരു നല്ല ആശുപത്രി ഇല്ലാത്ത സ്ഥലമാണ്. അവിടെ ചികിത്സയ്ക്കായിട്ട് അവർ ദൂര സ്ഥലങ്ങളിലേക്ക് പോകേണ്ട ഗതികേടും ബുദ്ധിമുട്ടും തദ്ദേശീയർക്കുണ്ട്. അതായത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇത്തരം വിഷയങ്ങളൊന്നും ഒക്കെ ശ്രദ്ധ മാറ്റിയിട്ട് മറ്റെന്തെങ്കിലും കാര്യത്തിലേക്ക്, അതായത് അന്താരാഷ്ട്ര ദേശീയ വിഷയങ്ങൾ പറഞ്ഞ് അങ്ങനെ ജനത്തിന്റെ കണ്ണ് കെട്ടുന്ന ഒരു തന്ത്രമുണ്ട്. അത് ഇപ്രാവശ്യം നടത്തി. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് കൃത്യമായിട്ട് ഭരണത്തെ ചുരുക്കി പറഞ്ഞാൽ അത് പിന്നെ ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും CPM-ന് ഓരോ തന്ത്രവും. 2019 അല്ലേ, 18-19 കാലഘട്ടത്തിലെ ശബരിമല വിഷയം അത് തിരിച്ചടിച്ചു. അതും ഈ CPM-ന്റെ ഒരു തന്ത്രം ഹിന്ദു മുസ്ലിം സംഘർഷമുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ ഒരു കാര്യം അറിയാം. ഇടയ്ക്ക് വെള്ളാപ്പള്ളിയുടെ ചില പ്രസ്താവനകൾ, വെള്ളാപ്പള്ളി പറഞ്ഞു ഇവിടെ ഒരു വർഗീയ ചേരിതിരിവുണ്ട്, ഹിന്ദുക്കള് ഹിന്ദു സ്ഥാനാർത്ഥി കൂട്ടുകയും മുസ്ലിങ്ങൾ മുസ്ലിം സ്ഥാനാർത്ഥി കൂട്ടുകയും. അങ്ങനെയല്ല പക്ഷെ അവിടെ നടന്നു. കാരണം ഇത് CPM വളരെ ബോധപൂർവം ഈ ഒരു വിഷയത്തിൽ മിണ്ടി, എനിക്ക് തോന്നുന്നത് സമ്മർദ്ദം ചെലുത്തി ഒരുപക്ഷെ ശ്രീ വെള്ളാപ്പള്ളിയെ കൊണ്ട് പറയിപ്പിച്ചതായി. അതായത് സ്വരാജിന് ഈ മണ്ഡലത്തിൽ നല്ല ഒരു ശതമാനം, ഏതാണ്ട് എനിക്ക് തോന്നുന്നു മുസ്ലിം ഹിന്ദു വോട്ടുകൾ ഒപ്പത്തിനൊപ്പമാണ്. ചില കണക്കുകൾ പ്രകാരം ഇത് ഹിന്ദുക്കൾക്കൊരു ഒരു ചെറിയ എഡ്ജുള്ള ഒരു മണ്ഡലമാണ്. ഒരുപക്ഷെ മലപ്പുറത്തെ അത്തരം ഏകമണ്ഡലമായി. അപ്പോ അങ്ങനെ ഒരു ചേരിതിരിവുണ്ടാക്കുന്നത് അത് നടന്നില്ല. പിന്നെ അതുകൂടാതെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള ഒരു ആക്രമണം, അതാണ് ഞാൻ പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിയുടെ തോളിൽ കയറ്റ് നടന്നവരെ ഇപ്പൊ PDPയുടെ വോട്ട് വാങ്ങിച്ച് ജമാഅത്തെ ഇസ്ലാമിയെ മാത്രം കുറ്റപ്പെടുത്തുമ്പോൾ അതിന്റെ പിന്നിലെ രാഷ്ട്രീയമൊക്കെ തിരിച്ചറിയാൻ ഇവിടുത്തെ സാമാന്യ അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മലയാളിക്കും അതൊക്കെ തിരിച്ചറിയാം. ഈ അടവ് നയം, രാഷ്ട്രീയ അടവ് നയം അവിടെ ഭരിച്ചു. പിന്നെ സ്ഥിരം ചെയ്യുന്ന പിന്നോക്ക ചേരുന്നു. അതിനാണ് പലപ്പോഴും ഈ വേടനെ പോലുള്ള ആൾക്കാരെ പലപ്പോഴും അതിനെ ചൊല്ലി ഒരു വിവാദം സൃഷ്ടിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യം. അതുപോലെ തന്നെ ഇനി ഞാൻ മുമ്പ് പറഞ്ഞ മറ്റു കാര്യങ്ങൾ ഒന്ന് പെട്ടെന്ന് പറയാൻ ഞാൻ, കാരണം നമ്മുടെ സമയപരിമിതി മൂലം നിർത്തേണ്ടതുണ്ട്. ഇവിടെ BJPയുടെ വോട്ട് നമ്മൾ നോക്കിയാൽ BJPയുടെ സ്ഥാനാർത്ഥി ആദ്യം തന്നെ BJP ഇവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്ന് പ്രഖ്യാപിച്ചു. പക്ഷെ പിന്നീട് സ്ഥാനാർത്ഥിയെ നിർത്തി.
എങ്കിലും അവർക്ക് കാര്യമായിട്ടുള്ള ഒരു വോട്ട് വർധന ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ വോട്ട് കൂടിയിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ബി ജെ പിയുടെ വോട്ടൊന്നും കൈമാറ്റം ചെയ്തിട്ടില്ല എന്ന് പറയാം. പക്ഷേ അങ്ങനൊക്കെ ആണെങ്കിലും ഞാൻ അറിഞ്ഞിട്ടുള്ള ബി ജെ പിയുടെ ചില സഖ്യകക്ഷികളിൽ നിന്ന് അറിഞ്ഞിട്ടുള്ള ഒരു വിവരം, ഈ ഇലക്ഷന് 2 ദിവസം മുമ്പ് ആർ എസ് എസിന്റെ മീറ്റിങ്ങുകൾ, ബൈഠക്ക് എന്ന് പറയും, ബൈഠക്ക് എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് എന്നുള്ളതിന്റെ ഹിന്ദി വാക്ക് അത്രേ ഉള്ളൂ. ആ ബൈഠക്കുകൾ മണ്ഡലത്തിൽ ഉടനീളം ഒരു 5000 വോട്ടെങ്കിലും കേഡർ വോട്ടെങ്കിലും ആര്യാടൻ ഷൗക്കത്തിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു പിന്നെ ഒരു 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 റൂമർ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. അത് സത്യമാണോ കള്ളമാണോ എന്ന് എനിക്കറിയാം. പക്ഷെ എങ്കിലും ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നു, ഈ മണ്ഡലത്തിൽ ബി ജെ പിക്ക് വോട്ട് കുറഞ്ഞത് കോൺഗ്രസിന് ഒരു തരത്തിൽ പ്രയോജനമില്ല. അതായത് ആ രീതിയിൽ കോൺഗ്രസിന് കിട്ടേണ്ടിയിരുന്ന കുറച്ച് ഹിന്ദു വോട്ടുകൾ സാധാരണ നഷ്ടപ്പെടുവാനും, പിന്നെ ആര്യാടൻ ഷൗക്കത്ത് എന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ പിതാവായ ആര്യാടൻ മുഹമ്മദിനും സെക്യുലർ മുഖമുണ്ട്. ആ സെക്യുലർ മുഖം ഹിന്ദുക്കളുടെ ഇടയിലും അദ്ദേഹത്തിന് സ്വീകാര്യം. ഇല്ല, സ്വരാജ് എന്തൊക്കെ വർഗീയത ഇളക്കി വിടാൻ ശ്രമിച്ചാലും ഹിന്ദു വോട്ട് അദ്ദേഹത്തിന് കിട്ടിയില്ല. കാരണം അദ്ദേഹം പല വിഷയങ്ങളിലും എടുത്ത നിലപാട് ചോദിച്ചോളൂ. ഇപ്പൊ ഈ ബി ജെ പി വോട്ടുകൾ ഇപ്പോ കുറഞ്ഞിട്ടില്ല എന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. ഏതാണ്ട് 60-ൽ അതെ അതെ. കൂടുതൽ വോട്ടുകൾ ലഭിച്ചു എന്നാണ്. ബി ജെ പിക്ക് അതേ വോട്ട് നിലനിർത്താൻ പറ്റിയിട്ടുണ്ട്. അല്ല, ബി ജെ പിക്ക് കേരളത്തിലെ ഏതൊരു മണ്ഡലത്തിലും ഒരു 10-15,000 വോട്ടൊക്കെ ഉണ്ടെന്നുള്ളതാണ് അതിന്റെ ഒരു വസ്തുത. ഞാന് പിന്നെ നമുക്ക് വ്യക്തമായ തെളിവുകളൊന്നുമില്ല, ഞാൻ അതിന് കൂടുതൽ അതുകൊണ്ട് പറയുന്നില്ല. പക്ഷേ ഒരുപക്ഷെ ബി ജെ പിയുടെ ഏതെങ്കിലും അനുഭാവികളുടെ വോട്ടോ, കാരണം പൊതുവെ ബി ജെ പിക്ക് വലിയ ഒരു സാധ്യതയില്ലാത്ത ഒരു മണ്ഡലം എന്നുള്ള നിലയിൽ ഒരു ഹിന്ദുക്കൾക്ക് എന്നും അനുകൂല നിലപാടെടുത്തിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ മകനായ ആര്യാടൻ ഷൗക്കത്തിനോട് ഒരു സോഫ്റ്റ് കോർണർ പല ഹിന്ദുത്വ അനുഭാവികൾക്കും ഉണ്ടെങ്കിൽ ഞാൻ അതിൽ അതിശയിക്കും. മാത്രമല്ല, സ്വരാജ് എന്ന വ്യക്തി കടുത്ത ഹിന്ദു വിരുദ്ധ നിലപാടുകൾ, അദ്ദേഹം പലപ്പോഴും ശബരിമല വിഷയം തൊട്ട് ആവശ്യമില്ലാതെ ഹിന്ദുക്കളെ പ്രകോപിപ്പിക്കുന്ന ഒരു നേതാവാണ്. ഇലക്ഷന്റെ സമയത്ത് ഞാനും ഹിന്ദു ആണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് വോട്ട് കിട്ടുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ സ്വന്തം ബൂത്തിലും അദ്ദേഹം പറയി പോയി എന്നാണ്, പോത്തുകല്ല് പഞ്ചായത്തില് പറയി പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം യു ഡി എഫിന് സമസ്ത മേഖലകളിൽ, അതായത് ഒന്നാമത്തെ റൗണ്ട് തൊട്ട് യു ഡി എഫിന്റെ വോട്ട് ലീഡ് നിലനിർത്താൻ, അതുപോലെ തന്നെ എല്ലാ പഞ്ചായത്തിലും നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ ലീഡ് ഒക്കെ കാണിക്കുന്നത് നിശ്ചയമായിട്ടും ഒരു പിണറായി വിരുദ്ധ തരംഗവും. അതുകൂടെ ഒന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിണറായിക്കെതിരെ, അദ്ദേഹത്തിന്റെ മരുമകനെതിരെ അൻവർ നടത്തുന്ന ഈ ആക്രമണങ്ങൾ, അതിൽ കുറച്ചൊക്കെ വാസ്തവമുണ്ട് എന്ന് ചിന്തിക്കുന്ന ഇടത് അനുഭാവികൾ വരെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ചുരുക്കി പറഞ്ഞാല് മുഖ്യമന്ത്രി ഏറ്റ ഒരു വ്യക്തിപരമായിട്ടുള്ള തിരിച്ചടിയും കൂടെ ആണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വരുന്ന ദിവസങ്ങളിൽ അദ്ദേഹത്തിന് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. പിന്നെ ഈ അടുത്ത ഇലക്ഷന് തൊട്ടു മുമ്പ് ആർ എസ് എസ് ബന്ധത്തെ കുറിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷ് നടത്തി ചില പരാമർശങ്ങൾ തിരിച്ചടിയായെന്ന് പറയുന്നവരുണ്ട്. എന്തായാലും ശരി, പാർട്ടിക്ക് വേണ്ട രീതിയിൽ ഐക്യത്വം കൃത്യമായിട്ട് പാർട്ടിയുടെ സന്ദേശം ജനങ്ങളിൽ എത്തിക്കും. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരെ മറിച്ച് യു ഡി എഫ് ആകട്ടെ ഒറ്റക്കെട്ടായിട്ട് വളരെ കൃത്യമായ രീതിയിൽ ഇത് ഇവിടെ ഇല്ലെങ്കിൽ ഇപ്പോഴില്ലെങ്കിൽ ഒരിക്കലും ഇല്ല എന്നുള്ള വ്യക്തമായി അവരെ അങ്ങനെ പറയുന്നു. എന്തായാലും ശരി, ഇതൊരു സർക്കാരിനെതിരായ വിധിയെഴുത്താണ്. ഇതൊരു ഭരണവിരുദ്ധ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു തരംഗത്തിന്റെ സൂചനയാണ്. കാരണം അൻവർ പിടിച്ച വോട്ട്, ബി ജെ പിയുടെ വോട്ട്, പിന്നെ അതുപോലെ തന്നെ ആര്യാടൻ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം, ഇതെല്ലാം അതാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് നന്ദി സാർ. എന്തായാലും വി ഡി സതീശൻ തന്നെയാണ് ഒരു ഹീറോ ആയിട്ട് ഉയർന്നു വരുന്നത്. ടീം യു ഡി എഫിന്റെ ഒരു വലിയ വിജയമാണ് ഇതെന്നാണ് അദ്ദേഹം ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പ്രതികരിക്കുകയൊക്കെ ചെയ്തത്. അപ്പൊ എന്തായാലും ഇത് കൃത്യമായിട്ടും വരും തിരഞ്ഞെടുപ്പുകൾക്കുള്ള ഒരു വലിയൊരു ചൂണ്ടുപലകയായിട്ട് മാറുകയാണ് നിലമ്പൂർ എന്ന് പറയുന്നത്. ഒരുപാട് നന്ദി.